വരുന്ന വഴിയായിരിക്കും. ഒന്ന് വലിക്കുന്നോ? കയ്യിലിരുന്നോട്ടെ, ഇനിയും വലിക്കാമല്ലോ. ഓരോ പ്രാവശ്യവും ജയിലിൽ പോയി മടങ്ങുമ്പോഴും ആളുകൾക്ക് ലാലിനോട് പരിഗണന കൂടുകയാണ്. ഇത്രയും കാലം തല്ലും ജയിലുമായി കഴിഞ്ഞിട്ട് എന്തോന്ന് നേടി? തോന്നിവാസം കാണിക്കുന്ന നേരത്ത് വീതം പറ്റാൻ എല്ലാരും കാണും. അനുഭവിക്കാൻ നേരത്ത് ആരുണ്ടായിരുന്നു കൂടെ? നീ എന്തോന്ന് നടക്കണി ഇരുന്നോണ്ട് കളിക്കുന്നേ? അല്ല, ചേട്ടായി വന്നോണ്ട് ഈ ചായയുടെ കാശ് ഞങ്ങൾ തരണ്ടല്ലോ എന്നോർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോയതാ. നീ ഒരുത്തണ ഇവനെയൊക്കെ വഷളാക്കുന്നത്. നിന്റെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ, ആ മാമംഗലം മജീദ്, അവൻ എന്തൊക്കെ ദുഷ്ടതരങ്ങളാ ചെയ്തു കൂട്ടുന്നത്. അവനിപ്പോ പഴയ ആളൊന്നുമല്ല, പടർന്ന് പന്തലിച്ചു പോയി. ആരാ എന്താന്ന് ഒരു നോട്ടമില്ല. വെട്ടും കുത്തും കൊലപാതകവും. ഇപ്പൊ വേറൊരുത്തരും കൂടി അവന്റെ കൂടെ കൂടിയിരിക്ക. വെട്ട് ജോടിയെന്നോ എന്താ അവന്റെ പേര്? ഒന്ന് പറഞ്ഞ് രണ്ടിന് തീർത്തേക്ക. വെട്ടാവന്റെ പണി പറഞ്ഞു തീർന്നില്ല. ദേവോന്ന് അമാര് ഈ വഴിക്കാണെങ്കിൽ ബോട്ട് കടവിലേക്കായിരിക്കും. ബോട്ട് പിടിച്ചെടുക്കലോ ഗുണ്ടാ പിരിവോ എന്താണെന്ന് ആർക്കറിയാം. എന്താടാ? ആ വെട്ടിയോണിയും കൂട്ടരും പിന്നെയും വന്നിരിക്കുന്നു. കുറെ ദിവസമായി ഓരോന്നോരോന്ന് പറഞ്ഞ് വലിപ്പിക്കുന്നു. അഴിക്കട ബോട്ട്. എന്താ? എവിടെയാണ് നിന്റെ പൂച്ചാക്ക? പൂച്ചാക്കല്ല, മൂസാക്ക. എന്തെങ്കിലും ആവട്ടെ, ആ കിളവനോട് പറഞ്ഞേക്ക് ബോട്ട് ഞങ്ങൾ കൊണ്ടുപോയെന്നത്. ഇക്ക അത്യാവശ്യം കാശിനെ പോലിക്കാ. ഇപ്പൊ വരും. ഫൈനാൻസുകാരുടെ കാശ് മുഴുവൻ ഓഫീസിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് കൊണ്ടുപോയിക്കോളാൻ പറ ബോട്ട്. നോക്കി നിൽക്കാതെ അഴിക്കട. ഓനൊന്നും ചെയ്യരുത്. എന്റെ മോളെ കുഞ്ഞ് ആസ്പത്രിയിലാണ്. ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് കാശ് ചെലവായി. 2 ആഴ്ചയായി ബോട്ട് കടലിൽ പോയിട്ട്. വിശ്വാസം ചെയ്താ നോക്കി ഡോക്ടർ എന്ന മരുന്നും കടലാസിട്ടാണ്. പടച്ചോനെ, ഞാൻ ഇനി എന്ത് പറഞ്ഞാണ് ഇവരെ വിശ്വസിപ്പിക്കേണ്ടത്? താൻ ഇനി കണ്ണീര് പൊഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കൈനീട്ടി മേടിച്ച കാശും പലിശയും തിരിച്ചു തരിക. ഇല്ലെങ്കിൽ അതിനുള്ള മുതല്. അഴിക്കട ബോട്ട്. മോനെ വേണ്ട, അരുത് മോനെ. ചുമ്മാ
വരത്തന്മാർക്ക് കളിക്കാനുള്ള കളമല്ലടാ അത്. ഇതിന്റെ ബാക്കി നിന്നെയൊക്കെ അയച്ചവന്. മച്ചമ്പി, നീ ഇതിങ്ങെത്തിയ കാത്തിരുന്നെന്റെ ക്ഷമ കിട്ടു. കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ പിന്നെ. മൂസാക്ക എന്റെ അച്ഛന്റെ ചങ്ങാതിയായിരുന്നു. അങ്ങേരെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ ആളയക്കാനും മാത്രം നീ എന്നാടാ വളർന്നേ? വന്ന വഴിക്ക് നീ അതിലും കയറി ഇടപെട്ടോ? ഇടപെടും. എനിക്ക് താല്പര്യമുള്ള ഏരിയയിൽ കൈവയ്ക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്നെ ഞാൻ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന ആദ്യ കാലങ്ങളിൽ അദ്ദേഹം നിന്നെ സഹായിച്ചിട്ടുള്ളതല്ലേ? എന്താ ആ ഉമ്മ നിനക്ക് വിളമ്പി തന്ന കഞ്ഞിയിൽ ഉപ്പില്ലായിരുന്നോ? ഇത്ര നന്ദികൾ അവരോട് കാണിക്കാൻ. നിനക്ക് താല്പര്യമില്ലാത്ത കാര്യത്തില് ഞാൻ കയറി ഇടപെടും. കിട്ടാക്കടത്തിന്റെ കോളത്തിന്ന് മൂസാക്കിയുടെ പേരും കിട്ടിയേക്കാൻ ആ ഫൈനാൻസ് കമ്പനിക്കാരോട് പറഞ്ഞു. നിനക്ക് ഇനിയും എന്നെ സംശയമാണ്. നിന്റെ തലയ്ക്കും ഇത് കൈ പൊക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നീ ഇവിടെ ഇല്ലായിരുന്ന കാലയളവിൽ ഞാൻ നിന്റെ ലോകം കാത്തു സൂക്ഷിച്ചു അന്തസ്സോടെ. പിന്നെ ഇവിടുത്തെ ലോക്കലുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില ഊടായ്പകളും ജാടയൊക്കെ ഞാൻ കാണിച്ചു. പക്ഷേ എന്റെ മനസ്സറിയാതെ ആ മൂസാക്കി അതിൽ പെട്ടുപോയി. സോറി അളിയ. ആ ശരി ശരി, മേൽ ഇത്തരം ഒരു പിഴവ് ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. സമ്മതിച്ചു. നിനക്കെന്നെ അറിയാലോ? സമ്മതിച്ചു. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ അങ്ങ് ഗ്ലാമറായി പോലടാ. ജയിലിലെ സെറ്റപ്പുകളൊക്കെ മാറ്റിയെന്ന് ഒരു മന്ത്രിയുടെ പ്രസ്താവന ഞാനും വായിച്ചു പത്രത്തില്. ആ ചില്ലറ മെച്ചപ്പെടുത്തലുകളൊക്കെ ഇല്ലാതില്ല. എന്നാലല്ലേ നമ്മളൊക്കെ വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലും. എടാ വായി നോക്കി നിൽക്കേണ്ട. കുഞ്ഞാരുടെ കടയിൽ പോയി 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോട്ട് വാ. എനിക്കാന്ന് പറ. ഒരു ഫുള്ളും മേടിച്ചോ. ഞങ്ങളൊരു വഴിക്ക് പോവാ. ആ നീ ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? ഏത്? ഈ വണ്ടിയാണ്. നമ്മൾ എത്രയോ വണ്ടി CCക്കാർക്ക് പിടിച്ചു കൊടുക്കുന്നത്. ഒരു വണ്ടി നമുക്കും ഇരിക്കട്ടെ. ഇനി ഒരല്പം ജാടയിലൊക്കെ നടന്നില്ലെങ്കിൽ കാര്യമില്ല. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ എന്തോന്ന് പക്ഷേ? നീ മുതലാളി, ഞാൻ ഡ്രൈവർ. ഓക്കെ? അല്ല മച്ചാനെ, ഞാനൊരു തമാശ പറഞ്ഞിട്ട് നീ ചിരിക്കാത്തതെന്താ? എന്നാ ഇനി നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ പറ. വേണ്ട, ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് പറയാം. അല്ലെങ്കിൽ നീ സന്തോഷം കൊണ്ട് വണ്ടിയെ നിർത്തി ചാടിയ